ഇനി വേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ്. അതിന് പ്രവർത്തന ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നാം തയ്യാറായിരിക്കണം. വിജയം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടേതായ ഒരു വനിതാ സംഘടന വേണം. എങ്കിലേ നമ്മൾ സ്ത്രീകളുടെ പ്രവർത്തനം ശക്തമാകും. എന്റെ നെട്ടൂരാനെ ആ മുറി തന്നെ കഴിയുക. ആങ്ങളമാരും അച്ഛനും അന്നമ്മയോട് മിണ്ടാട്ടമില്ല. കണ്ടമാനം ഉപദ്രവിക്കുന്നുണ്ടെന്നാ നൂറ് പറഞ്ഞത്. വെളിയിലിറങ്ങുന്നത് പള്ളി പോകാൻ മാത്രം. അപ്പോഴും കുറ്റി അടിച്ചോലെ കൂടെ കാണും. അവറാ കുറ്റിയും കറിയാക്കുറ്റിയും എന്റെ അമ്മയുടെ കുറ്റിയും. എന്തോന്നാ ഉണ്ണത്താൻ പറയുന്നത്? ഓ, നമ്മുടെ അന്നമ്മയുടെ കാര്യം പറയായിരുന്നു. വീട്ടു തടങ്കലില്ല, മടത്തി ചേർക്കാനുള്ള പരിപാടി ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത്. അന്നമ്മയുടെ കാര്യത്തിൽ ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം നെട്ടൂരാനെ. എന്തോ തീരുമാനം? തീരുമാനിക്കാനൊന്നുമില്ല. ഞാനിപ്പോ പോയി വിളിച്ചിറക്കിക്കൊണ്ടുവരും. വരട്ടെ വരട്ടെ, ഞാനൊന്ന് പോയി ഇട്ടിച്ചനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അന്തോണി ഇരിക്കെ. ദേവപുരക്കിലെ മരിച്ചുപോയ കോരവക്കീലിന്റെ മകൻ അന്തോണിക്കുള്ളതാ ആ കസേര. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് തമ്മാടി മേടയിൽ ഇട്ടിച്ചിന്റെ മുമ്പിൽ ഇരിക്കത്തില്ല. ഞാനിവിടെ നിന്നോളാം. എന്നോട് വേണോ ഇയാളുടെ ആവേശം? വക്കീലാക്കാൻ പഠിപ്പിച്ചതല്ലേ നിന്നെ കോരച്ചേട്ടൻ? ഏരിയാമ്മച്ചേർത്തി മരിക്കുമ്പോ നിനക്ക് 10 വയസ്സാ. നിന്നെ ഓർത്ത കോരച്ചേട്ടൻ രണ്ടാമത് കെട്ടാത്തെ അറിയാമോ നിനക്ക്? സിന്ദാബാദ് വിളിച്ച് റോഡിലിറങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനെ നീ ഓർത്തില്ലല്ലോടാ. നിന്നെ ഓർത്ത് കരഞ്ഞ ആ വലിയ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് പോയത് എന്തോ നേടിയെന്നാ നിന്റെയൊക്കെ വിചാരം? അതൊന്നും പറഞ്ഞാ ഇട്ടിച്ചാനും മനസ്സിലാവില്ല. കേൾക്കണമൊന്നുമില്ല. എന്താ വന്നത്? ഞാൻ വന്നത് അന്നമ്മയുടെയും നെട്ടൂരാന്റെയും കാര്യം പറയാനാ. വേണ്ട, മറ്റൊന്നും പറയാനില്ലെങ്കിൽ അന്തോണിക്ക് പോകാം. ഇട്ടിച്ചായനോട് അപേക്ഷിക്കാനാ ഞാൻ വന്നത്. അന്നമ്മയുടെയും നെട്ടൂരാന്റെയും വിവാഹം ഇട്ടിച്ചായൻ നടത്തി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കാർ നടത്തി കൊടുക്കും. എന്തായി? സംസാരിച്ചില്ലേ? സംസാരിച്ചു. പ്രശ്നമാണ്. അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കത്തില്ലല്ലോ. എന്താ പറഞ്ഞതെന്ന് പറ. ഇറങ്ങി പോകാൻ പറഞ്ഞു. ഈ വീട്ടിൽ തന്നെ വേണോ നിന്റെ വിപ്ലവം? നന്ദി കെട്ടവൻ. ഞാനൊരു നന്ദി കേടും കാണിച്ചിട്ട് ഇട്ടിച്ചായ. അന്നമ്മയെ സ്നേഹിച്ചു പോയി ഞാൻ. കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെയൊക്കെ തല്ലും ചവിട്ടും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അന്നമ്മ എനിക്കൊന്ന് കാണണം. എനിക്ക് അവളോട് സംസാരിക്കണം. ഞാൻ കാണിക്കത്തില്ല. എന്റെ പെങ്ങളെ നിന്നെ ഞാൻ കാണിക്കത്തില്ലടാ നായിന്റെ പോലെ. കുട്ടി എനിക്ക് വേണ്ടി ഈ വീട്ടിൽ തല്ലുണ്ടാക്കല്ലേ. അച്ചായ പോ, അച്ചായ പോ. അച്ചായ പാടും ഇങ്ങോട്ട്. എന്തിനാ അപ്പച്ച ഇതൊക്കെ? എന്തിനാ ഈ വഴക്കുമ്പോഴും? എനിക്ക് വയ്യപ്പച്ച, എന്നെ മടത്തിക്കൊണ്ട് വീട്ടേക്ക്. ഞാൻ മടത്തി പൊക്കോളാം അപ്പച്ച, എന്നെ മടത്തി വീട്ടേക്ക്.